ഹലോ. വീട്ടിൽ അന്വേഷിച്ചപ്പോ ബീച്ചിലോ മറ്റോ പോയിരിക്കുകയാണെന്ന് അറിഞ്ഞു. ഇവിടെ ആവുമ്പോ സൂര്യായിട്ട് ഇത്തിരി സംസാരിക്കാലോ. ഇത്തിരി സ്വൈര്യമായിട്ടിരിക്കാനാ ഞാനിവിടെ വന്നത്. അതിനെന്താ, ഇരുന്നോളൂ. എന്റെ സിസ്റ്റർ ജിജിക്കും ഇതുപോലെ ബീച്ചിൽ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ഞാനെന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. എന്റെ ജിജി. പ്ലീസ് മിസ്റ്റർ ബിനോയ്, ലീവ് മീ അലോൺ. ഞാൻ എന്ത് ചെയ്യും? കുട്ടിയെ കാണുമ്പോ ഞാൻ എന്റെ ജിജി ഓർത്തു പോകുന്നു. മറക്കാൻ കഴിയണമെങ്കിൽ ഇന്ത്യ വിടണം. ഇന്ത്യ വിട്ടേ പറ്റൂ. അവിടെ അമേരിക്കയിൽ കുട്ടിയുടെ പേരൻസ് വിചാരിച്ച വല്ല രക്ഷ കിട്ടുമോ? അത് ശരി. അപ്പൊ അതിനായിരുന്നു ഈ ഗോഷ്ടിയൊക്കെ? നോ ഗോഷ്ടി. എനിക്കെല്ലാം മറക്കണം. സ്റ്റേറ്റ്സിൽ ലൈഫ് വളരെ ഫാസ്റ്റ് ആണല്ലോ, അതുകൊണ്ടാ. ഐ ആം റിയലി ഫെഡ് അപ്പ് മിസ് അശ്വതി, റിയലി ഫെഡ് അപ്പ്. ബിനോയ്, എന്തൊക്കെയാണ് ഐറ്റംസ്? എന്നോട് പരിഭവമാണല്ലേ? എനിക്ക് പരിഭവമൊന്നുമില്ല. ബിനോയ്, ഞങ്ങളുടെ ഭക്ഷണ രീതി ആകെ മാറ്റിക്കളഞ്ഞു. രാത്രിയിൽ കഞ്ഞി കുടിച്ചുകൊണ്ടിരുന്ന എനിക്കിപ്പോ ഇത്തിരി ചിക്കൻ നൂഡിൽസ് കിട്ടില്ലെങ്കിൽ ആകെ ഒരു വെപ്രാള. അമ്മയ്ക്കാണെങ്കിൽ സൂപ്പ് എന്ന് ഒറ്റ വിചാരമേ ഉള്ളൂ. ബിനോയ് മെടുക്കനാണ് കേട്ടോ. താങ്ക് യു. അല്ല, ജോലി ചെയ്താൽ മാത്രം മതിയോ? ശമ്പളമൊന്നും വേണ്ടേ? ഒരു മാസം തയ്യാറാവുന്നതല്ലേ ഉള്ളൂ. അത് പ്രശ്നമാക്കണ്ട. നാളെ 1-ാം തീയതി അല്ലേ? നാളെ വന്ന് വാങ്ങിച്ചോളൂ. എനിക്ക് ധൃതിയില്ല. അതുകൊണ്ടല്ല, വർക്ക്ഷോപ്പിലെ ജോലിക്കാർക്കും മറ്റെല്ലാവർക്കും 1-ാം തീയതി ശമ്പളം കൊടുക്കണമെന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ നിർബന്ധം. നാളെ ഡ്യൂട്ടിക്ക് വരുന്ന വഴി ബിനോയ് ഒന്ന് വർക്ക്ഷോപ്പിൽ കയറിയാൽ മതി. ഞാൻ ശമ്പളം തന്നേക്കാം. ശരി, ഞാൻ വരാം. മറക്കരുത്. നോ നോ നോ. ആ ടയർ ലിവർ ഇട്ട് തിക്കിയിട്ട് മേലോട്ടൊന്ന് പൊക്കിയാ മതി. ആ ഹലോ ബിനോയ്. ഈ ബിനോയ് ആരാന്ന് മനസ്സിലായോ? എന്റെ പുതിയ കൂട്ടുകാരനാ. ഭക്ഷണം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അത് ബിനോയ്ക്ക് വേറൊരു വിനോദ. അശ്വതിക്ക് ബിനോയ് എന്ന് പറഞ്ഞാൽ എന്ത് ഇഷ്ടാന്നറിയോ? ബിനോയ് ഉണ്ടാക്കുന്ന ഭക്ഷണം ഒരു തവണ കഴിച്ചാൽ ആരും വീണു പോകും. ഈ ഞാൻ വീണില്ലേ? താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ബിനോയ് ഇപ്പൊ എങ്ങോട്ടാ? ഞാൻ മിസ്റ്റർ ശ്രീധരന്റെ വീട്ടിലേക്ക്. ഇന്ന് ഞാൻ ചില പുതിയ ഐറ്റംസ് ഉണ്ടാക്കാൻ പോവുകയാണ്. ബിനോയ് എനിക്കൊരു ചെറിയ ഉപകാരം ചെയ്യാം. പോകുന്ന വഴിക്ക് എന്നൊരു സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്യൂ. ഓ ഷുവർ, കം ഓൺ. ഞാനിപ്പോ പറയണ്ട.